സാറേ, അതെ, കുറേ ആൾക്കാർ പറയുന്നൊരു പ്രശ്നമാണ് രാത്രിയിൽ കിടന്നുറങ്ങുന്നതിനിടയ്ക്ക് കാല് ഭയങ്കരമായിട്ട് കോച്ചി പിടിക്കുന്നു എന്നുള്ളത്. കോച്ചി പിടിച്ചവർ ഞെട്ടി എണീക്കാറൊക്കെ ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് എന്നൊന്ന് പറയാമോ? അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്താണെന്നും ഒന്ന് പറഞ്ഞു തരും. ഇത് സാധാരണഗതിയിൽ ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. വളരെ വലിയ രീതിയിൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മസിൽ ക്രാംപ്സ് എന്ന് വിളിക്കുന്ന കോച്ചിപ്പിടുത്തം എന്ന് പറയുന്ന അവസ്ഥ. അതേപോലെ തന്നെ മസിൽ കയറുക എന്നുള്ള ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട്. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ്. അതായത് നമ്മുടെ ചില ധാതുക്കളുടെ അളവിൽ വരുന്ന വ്യത്യാസം ശരീരത്തിൽ, പ്രത്യേകിച്ച് മഗ്നീഷ്യവും പൊട്ടാഷ്യവും കാൽഷ്യവും പോലെയുള്ള നമ്മുടെ പേശികളെ റിലാക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന അത്യാവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ധാതുക്കളുടെ അപര്യാപ്തത മൂലം ഈ പ്രശ്നം ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും മഗ്നീഷ്യവും പൊട്ടാഷ്യവും കാൽഷ്യവും സപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടി കൊടുക്കുകയോ ചെയ്യേണ്ടതാണ്. ഇനി അതിനേക്കാളും പ്രധാനമുള്ള ഒരു കാര്യം, വളരെയധികം ആൾക്കാർക്ക് ഇത് കണ്ടുവരുന്നത് ജലാംശം കുറയുന്നതുകൊണ്ടാണ്, ഡീഹൈഡ്രേഷൻ. പിന്നെ ഒരു ആവശ്യത്തിന് ഭക്ഷണം നമ്മൾ കൊടുക്കാതെ പകൽ വെള്ളം കുടിക്കാതെ ഇരിക്കുകയാണെങ്കിൽ രാത്രിയിൽ ഈ ക്രാംപ്സിനുള്ള സാധ്യത വളരെ വർദ്ധിക്കും. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഇത് കൂടുന്നതിന് പല കാരണങ്ങളിൽ ഒന്ന്, മഴയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറയുന്നത് കൊണ്ടും ആയിരിക്കും. അതേപോലെ നമ്മളെ പോസ്റ്റേഴ്സ്, ദീർഘനേരം ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും രക്തപ്രവാഹം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള ആൾക്കാരിലും ഈ മസിൽ ക്രാംപ്സ് വരാനുള്ള, കോച്ചിപ്പിടുത്തം വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ചില രോഗങ്ങളിലുള്ള ആൾക്കാർക്കും ഇത് 10 മടങ്ങായിട്ട് വർദ്ധിക്കും. പ്രത്യേകിച്ച് ഡയബറ്റീസ് വന്ന ആൾക്കാർ, അതുപോലെ ഡയബറ്റീസ് വന്ന് ന്യൂറോപ്പതിയിലേക്ക് അല്ലെങ്കിൽ നാഡികൾക്ക് ക്ഷീണം സംഭവിച്ച ആൾക്കാർ, അതുപോലെ തന്നെ ചില ഇനം മരുന്നുകൾ കഴിക്കുന്നവർക്ക് പോലും ഇത്തരത്തിലുള്ള ക്രാംപ്സിന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കേണ്ടത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഒരു 2-3 ലിറ്ററിൽ കുറയാത്ത രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. അത്യധ്വാനം ചെയ്ത് കൂടുതൽ വിയർക്കുന്ന ദിവസങ്ങളിൽ അതിനനുസരിച്ച രീതിയിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ വേണ്ടി തയ്യാറാവുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഗ്നീഷ്യവും പൊട്ടാഷ്യവും പോലെയുള്ള ധാതുക്കൾ ശരീരത്തിൽ കുറയാതെ സൂക്ഷിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ധാരാളമായിട്ട് വാഴപ്പഴത്തിലും ചീരയിലും നട്ട്സിലും ചില വിത്തുകളിൽ, സീഡ്സിലും അതേപോലെ കരിക്കിൻ വെള്ളത്തിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ക്രാംപ്സ് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കുറച്ച് അധികമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക, വെള്ളം കുടിക്കുന്നതിന് കൂടെ തന്നെ. അതേപോലെ തന്നെ ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസുകൾ, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കാലുകൾക്ക് അല്പം സ്ട്രെച്ച് കൊടുത്തുകൊണ്ടുള്ള വ്യായാമങ്ങളും ഇതിന് അത്യുത്തമമായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് മദ്യപാനവും കോഫിയുടെ അമിതമായിട്ടുള്ള ഉപയോഗവും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. മദ്യപാനം തീർച്ചയായിട്ടും ഡീഹൈഡ്രേഷനും അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളും കൊണ്ടും ഈ ക്രാംപ്സും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതുപോലെ കോഫിയും അങ്ങനെ തന്നെയാണ്. ചില രോഗങ്ങൾ, അതുപോലെ ഫ്രീക്വൻ്റായിട്ട് ഇത്തരത്തിൽ ക്രാംപ്സ് വരുന്നവരാണെങ്കിൽ ഒന്ന് തൈറോയിഡോ അതുപോലെ തന്നെ ഡയബറ്റീസിൻ്റെ സാധ്യതയോ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ സാധ്യതയൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മനസ്സിലാക്കി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ചിട്ടകളിലേക്ക് മാറേണ്ടതുമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ജലാംശം ശരിയായ രീതിയിൽ കൊടുക്കുക, ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ കൊടുക്കുക, സമീകൃതമായിട്ടുള്ള ആഹാരവും കൊടുക്കുക. ഇത് കൃത്യമായ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മസിൽ ക്രാംപ്സ് എന്ന് പറയുന്ന അതികഠിനമായ വേദന നൽകുന്ന ഈ പ്രശ്നം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും.